നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ വരുന്ന മേജറായിട്ടുള്ള സ്റ്റെപ്സ്. ഓവർഹെഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഓവർഹെഡ്സ്. ഇൻഡയറക്റ്റ് ചാർജസിനെയാണ് നമ്മൾ മെയിനായിട്ട് ഓവർഹെഡ്സ് എന്ന് വിളിച്ചത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡയറക്റ്റ് ഒരു കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല. കറക്റ്റായിട്ട് ഈ പ്രൊഡക്റ്റിന് ഇത്ര ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വന്നു, ഈ പ്രൊഡക്റ്റിന് ഇത്ര ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇൻഡയറക്റ്റ് ചാർജസ് എന്ന് വെച്ചാൽ ടോട്ടലാണ്. ഇപ്പോൾ ക്ലീനിങ് സ്റ്റാഫിന് കൊടുക്കുന്ന വേജ്, അതുപോലെ തന്നെ റെൻറ്റ് കൊടുത്തു, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ചെയ്തു, അങ്ങനത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് ചാർജ് ഈ പ്രൊഡക്റ്റിന് ഇത്ര, ഈ പ്രൊഡക്റ്റിന് ഇത്ര, അല്ലെങ്കിൽ ഈ കാറ്റഗറിക്ക് ഇത്രയെന്നുണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മളിവിടെ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെ ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എത്ര കോസ്റ്റ് വന്നു, ഈ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ് എത്ര കോസ്റ്റ് വന്നു, അങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് മെയിനായിട്ട് നമ്മൾ ഈ ഓവർഹെഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ഒരു ടോട്ടൽ ഇൻഡയറക്റ്റ് ചാർജസ് ഉണ്ടായിരിക്കും. ആ ഇൻഡയറക്റ്റ് ചാർജസിനെ ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഇത്ര കോസ്റ്റ് വന്നിട്ടുണ്ട്, മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇത്ര കോസ്റ്റ് വന്നിട്ടുണ്ട്, ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ടുള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇത്ര കോസ്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് മെയിനായിട്ട് ഓവർഹെഡ്സിൽ നമ്മൾ ചെയ്യണത്. ഡിസ്ട്രിബ്യൂഷനാണ്. ആ ടോട്ടൽ കോസ്റ്റിന് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെപ്സ് പറയുന്ന 4 സ്റ്റെപ്പാണ് വേണ്ടത്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്. ഇത് തിയറിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ഇമ്പോർട്ടൻസ് വരുന്നതാണ്. ഇത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്സിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. തിയറി പോർഷനാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇത് കളക്ഷൻ ഓഫ് ഓവർഹെഡ്സ്. കളക്ഷൻ ഓഫ് ഓവർഹെഡ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എക്സ്പെൻസൊക്കെ നമ്മൾ എവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക, ജേണൽ, ലെഡ്ജർ, അങ്ങനെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നമ്മൾ ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ജേണലിൽ അതിന് വേണ്ടി വന്നിട്ടുള്ള എല്ലാ എക്സ്പെൻസസും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ അല്ലെങ്കിൽ ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പെൻസസൊക്കെ എവിടെ എഴുതി വെച്ചിട്ടിരിക്കാം, ആ ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെൻറ്റ് ജേണലിലായിരിക്കും. അങ്ങനെ ഓരോ എക്സ്പെൻസസും നമ്മളിപ്പോൾ സാലറി എന്ന് പറഞ്ഞൊരു എക്സ്പെൻസസ് എടുക്കും. അപ്പം അതിപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിരിക്കും. ചിലപ്പോൾ സാലറി കൊടുത്തിട്ടുണ്ടായിരിക്കും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സാലറി കൊടുത്തിട്ടുണ്ടായിരിക്കും, അസംബ്ലിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്തിരിക്കും, സാലറി കൊടുത്തിട്ടുണ്ടായിരിക്കും, ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ അതിൻ്റെ എംപ്ലോയീസിന് സാലറി കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക, സാലറി കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ കളക്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് വെച്ചാൽ സാലറി എന്ന് പറഞ്ഞ എക്സ്പെൻസസിന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അല്ലേ സാലറി കൊടുത്തിരിക്കണം. അപ്പോൾ അവർ ഓരോ ജേണലിലും ലെഡ്ജറിലും അവർ എന്ത് ചെയ്തിരിക്കും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സാലറിയിൽ വരുന്ന എക്സ്പെൻസസ് ടോട്ടൽ ചെയ്തിരിക്കും. അങ്ങനെ വരുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സാലറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്തിട്ട് ഒരു സാലറി എന്ന് പറഞ്ഞ ഹെഡാക്കി നമ്മൾ ടോട്ടൽ എത്ര സാലറി കൊടുത്തു എന്നുള്ള കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക. അതാണ് എന്ത് കളക്ഷൻ ഓഫ് ഓവർഹെഡ്സ് വരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എക്സ്പെൻസസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര കോസ്റ്റ് വന്നെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. 3rd സ്റ്റെപ്പ് മുതലാണ് നമ്മുടെ പ്രോബ്ലം മെയിനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ് എന്നും കൂടി നമ്മൾ പറയുന്നുണ്ട്. അലോക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്. ലാസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്, റീഅപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്. ഈ റീഅപ്പോർഷൻമെൻറ്റിലാണ് മെയിനായിട്ട് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ റെൻറ്റ് ആ ഒരു ബിസിനസ് മൊത്തം നമ്മുടെ ഓർഗനൈസേഷൻ മുഴുവനായിട്ടായിരിക്കും ചിലപ്പോൾ റെൻറ്റ് പേ ചെയ്തിട്ടുണ്ടായിരിക്കുക. ആ ഓർഗനൈസേഷന് മുഴുവൻ റെൻറ്റ് ആണ് 10,000 രൂപ എന്ന് വിചാരിക്കൂ. നമുക്ക് 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഈ ടോട്ടൽ 10,000 എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് അല്ല, നമ്മുടെ ഓർഗനൈസേഷൻ മുഴുവനായിട്ട് പ്രൊവൈഡ് ചെയ്ത റെൻറ്റാണ് എന്ത്, 10,000 എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 10,000-നെ അവരുടെ ഏരിയ അല്ലെങ്കിൽ എന്തെങ്കിലും സ്യൂട്ടബിൾ ബേസിസിൽ ഓരോന്നിനും എത്ര റെൻറ്റ് വന്നു എന്ന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയണത്. അതാണ് അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്. 10,000 രൂപയാണ് നമുക്ക് ടോട്ടൽ റെൻറ്റ് വന്നിട്ടുള്ളത്.
ആ റെൻറ്റിന് എന്ത് ചെയ്യുന്നു, പ്രൊഡക്ഷൻ ഓർഗനൈസേഷൻ മുഴുവനാണ് 10,000 വന്നത്. ആ 10,000 രൂപേനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റാണുള്ളത്. അപ്പോൾ അവരുടെ ഏരിയ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ 10,000 രൂപേനെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും വീതിച്ചു കൊടുക്കുക. എല്ലാവർക്കും, ബോത്ത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും വീതിച്ചു കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനും അവരുടെ ഏരിയയുടെ ബേസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്യൂട്ടബിൾ ബേസിസിലോ വീതിച്ചു കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. അതാണ് നമ്മുടെ 3rd സ്റ്റെപ്പ്. നെക്സ്റ്റ് വരുന്നതാണ് റീ അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർഹെഡ്. അതാണ് 4th സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ലാസ്റ്റ് സ്റ്റെപ്പ്. അതിലും നമുക്ക് പ്രോബ്ലം വരുന്നുണ്ട്. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കാം, അല്ലെങ്കിൽ എന്താണ് ക്ലീനിങ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ നടക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള സേവനം പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആര്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നു, വർക്കേഴ്സിനുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലീനിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ നടന്നിട്ടുള്ള സ്ഥലമൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് എന്തില്ല, ഒരു ഔട്ട്പുട്ട് ഇല്ല. എന്ന് വെച്ചാൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ, ഇല്ല. അത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ഫർണിച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിൽ ആ ഫർണിച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക മാത്രമാണ് ആര് ചെയ്യുന്നത്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഔട്ട്പുട്ടായിട്ട് എന്ത് വരുന്നില്ല, ഒരു ഫർണിച്ചറോ ഒന്നും വരുന്നില്ല. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ള കോസ്റ്റ് ശരിക്കും വേണ്ട, എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇൻകർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വീതിച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, റീ അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറയുക. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുക. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഔട്ട്കം ഇല്ല. നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആ കോസ്റ്റ്, നമ്മൾ ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് നമ്മുടെ കോസ്റ്റ് നമ്മൾ ഔട്ട്പുട്ടിന് മുകളിൽ ചാർജ് ചെയ്യും. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഔട്ട്പുട്ടും ഇല്ല. അപ്പോൾ അത് കാരണം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഉണ്ടായിട്ടുള്ള കോസ്റ്റ് ആർക്ക് വീതിച്ചു കൊടുക്കുന്നു, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വീതിച്ചു കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീ അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർഹെഡ് അല്ലെങ്കിൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 3,000 രൂപ 10,000 വീതിക്കും 3,000 രൂപ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വന്നു എന്ന് വിചാരിക്കൂ. 2,000 രൂപ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ 2,500 ഇതാണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ്. അപ്പോൾ ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് എന്തില്ല, സ്വന്തമായിട്ടൊരു ഔട്ട്കം ഇല്ല. അപ്പോൾ അത് കാരണം ഇതിൻ്റെ കോസ്റ്റ് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് പിന്നെയും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിന് നമ്മൾ എന്ത് പറയും, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും.